അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ 1.5 പവൻ സ്വർണം വാങ്ങാമെന്ന് വിചാരിച്ച പൈസേൻ്റെ ഇന്ന് 1 പവൻ പോലും കിട്ടൂല കേട്ടോ. അത്രയും ഗോൾഡിന് റേറ്റ് അല്ലേ. അപ്പോൾ അതാ ഇത് ഞങ്ങൾക്ക് ഓള് കാണിച്ചു തന്നതാണ് കേട്ടോ അവിടുത്തെ പെൺകുട്ടി. അതായത് സ്റ്റാഫിനെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വെള്ളിയിൽ വരുന്ന കൈച്ചെയിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ഇതിന് 7000 രൂപയാണ് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഇത് കളറ് പോവാത്തൊരൈറ്റാണ് എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഒരു വളയും പിന്നെ അതേപോലെ ഒരു മോതിരമാണ് കേട്ടോ ഓൾക്ക് എടുത്തത്. അപ്പോൾ അതന്ന് 4:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പൂരിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ആ കുട്ടി. അവിടെ സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. സമ്മാനം നറുക്കെടുപ്പ് ഇന്ന് 4:30 അതിന് ശേഷം അമ്മ നമുക്കൊരു ചായയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ അല്ലേ ഞാനും എൻ്റെ അമ്മയും എങ്ങടെയും പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹം വരിക അപ്പോഴാണ് കേട്ടോ. അതായത് ചില്ലും കൂട്ടിൽ നമ്മൾ നോക്കി ഇരിക്കുന്ന സംഭവത്തിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴും വേറെ ആരുടെ കൂടെ പോകുമ്പോഴും ഞാനത് കാണില്ല. പക്ഷെ എൻ്റെ അമ്മാൻ്റെ കൂടെ പോകുമ്പോൾ ഞാനത് കാണും. എനിക്ക് എന്തിനൊക്കെ ഒരു പൂതിയായിരിക്കും, എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമായിരിക്കും. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ പുട്ടും പിന്നെ അതേപോലെ കടലക്കറി ഉണ്ടാക്കിയത്. ഇത് കട്ടൻ ചായയും പിന്നെ ഇത് ഇന്ന് രാവിലത്തെ കേട്ടോ ബേക്കറി ഐറ്റംസ് എന്തൊക്കെയുണ്ട് അതും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനൊരു കുറ്റി പുട്ടുണ്ടാക്കി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ അതേ കടലക്കറി ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാനും കാക്കിയും ആനക്കട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ബസ്സിൽ ഒരേ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാക്കക്ക് അഗളി വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാനും അങ്ങനെ ഇയും പോന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ആനക്കട്ടി ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ KSRTCയിൽ അത് കാക്കക്ക് വാച്ച കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പാവം. പിന്നെ KSRTCയിൽ ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് പോണത്. ഞങ്ങൾ അതേപോലെ തന്നെ അഗളി പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ആനക്കട്ടി പോയി പിന്നെ നേരിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇന്നും പോയത്. എനിക്കെൻ്റെ ലൈഫിൽ കൂടുതൽ യാത്രകൾ ചെയ്യാനൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. കൂടുതൽ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ അടുത്തു കൂടെയൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ട്രിപ്പ് പോകും കേട്ടോ. കോഴിക്കോട് അങ്ങനെ അടുത്തുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദൂരെ അതായത് ഊട്ടി, വയനാട് അങ്ങനെയൊന്നും മൂന്നാർ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് മാത്രം എൻ്റെ പേരിൽ ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ മോള് വരെ മൂന്നാർ വരെയൊക്കെ പോയിക്കണം കേട്ടോ. ഓളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോകലുണ്ട്. ഞങ്ങൾ അങ്ങനെ +2ന്നും 10ാം ക്ലാസ്സിനൊക്കെ പോകുമല്ലോ. അങ്ങനെ ഓലൊക്കെ പിന്നെ എൻ്റെ വീട്ടിലത്തെ ഒരുവിധമുള്ള എല്ലാ ആളുകളും ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് മാത്രം അങ്ങനെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിൽ മക്ക മദീന കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം വരുമ്പോൾ ഞാൻ അതാ ചിന്തിക്കൽ. എനിക്ക് പെട്ടെന്ന് മക്ക മദീനയൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നാലോചിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ട്രിപ്പ് പോകണത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകും കേട്ടോ. അടുത്തുള്ള പാർക്കുകളിൽ കൂടിയും അങ്ങനെ ബീച്ചിലൊക്കെ പോകും. കോഴിക്കോട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുക. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ എപ്പോഴും പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കാക്കാൻ്റെ കൂടെ അങ്ങനെ അട്ടപ്പാടിയൊക്കെ ഇടയ്ക്ക്